മുംബൈയിലെ കോളേജിൽ തട്ടം നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ ആ കേസെത്തി 3 പെൺകുട്ടികളാണ് ഹിജാബ് നിരോധനത്തിനെതിരെ കോടതിയിൽ വന്നത്. കോടതി അത് താൽക്കാലികമായി സ്റ്റേ ചെയ്തിട്ടുണ്ട്. സ്റ്റേ ചെയ്തിട്ട് കോടതി പറഞ്ഞു നിഖാബ് ബുർഖ ഇത് പാടില്ല. പക്ഷേ എനിക്ക് വളരെ സ്ട്രെയിഞ്ചായിട്ട് തോന്നിയത് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നു, നിങ്ങളിങ്ങനെ തട്ടമൊക്കെ നിരോധിച്ചല്ലോ, ഹിജാബൊക്കെ നിരോധിക്കുന്ന നിങ്ങൾ കോളേജുകളിൽ ബിന്ദിയും തിലകവും തൊടുന്നത് നിരോധിക്കുമോ? അപ്പോൾ ഈ ബിന്ദി അല്ലെങ്കിൽ പൊട്ട്, അതാണല്ലോ ബിന്ദി എന്ന് പറയുന്നത്, തിലകം, ഇത് രണ്ടും ഒരു മതത്തിൻ്റെ ആചാര ചിഹ്നങ്ങളാണ്, ആചാരത്തിൻ്റെ ഭാഗമായ അടയാളമാണ്. സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ നെറ്റിയിൽ പൊട്ടുകുത്തുന്നത്? രണ്ടുമാണ് പൊട്ട്. അതൊരു ഹിന്ദു സിമ്പലായിട്ട് എടുക്കാം, റിലീജിയസ് സിമ്പലായിട്ട് എടുക്കാം, സാംസ്കാരിക ചിഹ്നമായിട്ട് എടുക്കാം, അലങ്കാരമായിട്ട് എടുക്കാം, സൗന്ദര്യം കൂട്ടാനുള്ള അലങ്കാരമായിട്ട് എടുക്കാം, എന്തായിട്ടും അത് വ്യാഖ്യാനിക്കാം. അത് പൊട്ട് തൊടുന്ന ആളിൻ്റെ മാനസികാവസ്ഥ അനുസരിച്ചാണ് അതിൻ്റെ വ്യാഖ്യാനം. പൊട്ട് തൊടുന്ന ആൾ ഉള്ളിൽ എന്താണ് ആഗ്രഹിക്കുന്നത്, അതാണ് അതിൻ്റെ അർത്ഥം. സുപ്രീം കോടതി ഈ സ്റ്റേ ഓർഡർ കൊടുക്കുമ്പോൾ സാധാരണയിൽ എന്ത് വിവാദ വിഷയം ചെന്ന് കഴിഞ്ഞാൽ സുപ്രീം കോടതി ഒരു സ്റ്റേ ഓർഡർ അങ്ങ് കൊടുക്കും. തൽസ്ഥിതി തുടരാൻ പറയും, ഒന്ന് ശാന്തമാകട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റേ ഓർഡർ കഴിഞ്ഞ് ഈ കേസ് വിചാരണയ്ക്കൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഈ പെൺകുട്ടികൾ തന്നെ അവിടുന്ന് പാസ്സായിപ്പോയി വരും, കോഴ്സ് കഴിയും. അപ്പോഴത്തേക്ക് പരാതിയിൽ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, അതങ്ങ് ഇല്ലാതെ പോവും. പെറ്റീഷണർ ആബ്സെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇത്തരം കേസുകളിൽ വരില്ല, വിടാതെ പിന്തുടരും. അല്ല, വിടാതെ പിന്തുടരുന്ന മതമുണ്ട്, പിന്തുടരാത്ത കാര്യങ്ങളുമുണ്ട്. കർണാടകയിലെ ഹിജാബ് നിരോധനം അതവർ ജയിച്ച് നിൽക്കുകയല്ലേ. ബോംബെയിൽ ഒരു കോളേജിലെ ഒരു പ്രശ്നമാണിത്. ഒരു കോളേജിലെ 3 പെൺകുട്ടികളുടെ പ്രശ്നം. കോടതി ഒരു കമൻ്റൊക്കെ അടിച്ചിട്ട് ഒരു സ്റ്റേ ഓർഡർ കൊടുത്തിട്ട് അവിടെ ഇങ്ങോട്ട്. ഈ കോടതിക്കും ഒരു കാര്യം വ്യക്തമാണ്, ഇത് യൂണിഫോമിൻ്റെ പ്രശ്നമാണ്, മതചിഹ്നങ്ങളുടെ പ്രശ്നമല്ല. ഹിജാബ് മതചിഹ്നമാണ് എന്ന് മുസ്ലിങ്ങൾ വാദിക്കുന്നിടത്ത് അവർ തോക്കുകയാണ് ചെയ്യുന്നത്. ഹിജാബ് ഒരു മതത്തിൻ്റെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. ഹിജാബ് ഇട്ടില്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇസ്ലാം അല്ലാതെയാകുമോ? ഇല്ല. ഹിജാബ് ഇടാതെ എത്രയോ പേര് ലോകത്ത് മുസ്ലിങ്ങളായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല. ഇന്ത്യയിൽ പോലും അങ്ങനെയല്ല. അപ്പോൾ സ്കൂൾ യൂണിഫോമിൻ്റെ സമയത്ത് സ്കൂൾ യൂണിഫോം ആയിരിക്കണം. ഹാഫ് സ്കേർട്ടാണ് സ്കൂൾ യൂണിഫോം എങ്കിൽ ഫുൾ സ്കേർട്ട് ഇട്ട് ഒരു പെൺകുട്ടിക്ക് വരാൻ പാടില്ല. ഫുൾ സ്കേർട്ട് കുറേ കൂടെ സംസ്കാര സമ്പന്നമായ വസ്ത്രമല്ലേ ആണ്. ഇത് മുട്ടുവരെയല്ലേ എത്തുന്നുള്ളൂ, മറ്റേത് പാദം വരെ എത്തുന്നില്ലേ? ശരിയാണ്. പക്ഷേ മുട്ടുവരെ എത്തുന്ന സ്കർട്ടാണ് സ്കൂളിൻ്റെ യൂണിഫോം. അത് അക്സെപ്റ്റ് ചെയ്ത് PTA അവരെല്ലാം സമ്മതിച്ച് അതിൻ്റെ കളറൊക്കെ ചേർത്തങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. നാളെ ഈ കളറിന് വ്യത്യസ്തമായൊരു കളറിട്ട് ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ വരുന്നു, സ്കൂൾ സമ്മതിക്കുമോ? അയാൾ പോവുകയാണ്, എനിക്കിത് എൻ്റെ മതത്തിൻ്റെ കളറാണ്, നീല സിഖുകാരുടെയാണ് എന്നൊക്കെ പറഞ്ഞ് 110 ന്യായങ്ങൾ കൊണ്ടുവരാം. അതിന് ശ്ലോകം സംഗതിയൊക്കെ കിട്ടും. ഞാൻ പറയാറില്ല, എന്തിനും സംസ്കൃതത്തിൽ ശ്ലോകമുണ്ട്, ഇതൊക്കെ കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മര്യാദയാണോ? സ്കൂളിൻ്റെ യൂണിഫോം ആയിരിക്കണം. അത് സ്കൂൾ സമയത്താണ് യൂണിഫോം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഹിജാബ് ഇടുകയോ മൊത്തം മൂടി നടക്കുകയോ എന്താണെന്ന് വെച്ചാൽ ഇരുമ്പ് കൊണ്ട് ബുർക്കായിട്ട് നടന്നോ, ആരും അതിൽ തൊടാൻ വരുന്നില്ല. പക്ഷേ സ്കൂളിൻ്റെ ഒരു ഡിസിപ്ലിൻ വേണം. അപ്പോൾ പൊട്ട് യൂണിഫോമിനെ ബാധിക്കുന്നൊരു കാര്യമല്ല. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കോടതി എന്തിനാണ് ഇത് പറയുന്നത്. കോടതി അത് പറയാൻ പാടില്ല, അത് ഒരു കമൻറ്റാണത്, അതൊന്നും ജഡ്ജ്മെൻറ്റിനെ ബാധിക്കുന്ന കമൻറ്റ്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അത് ഇതിനു മുമ്പും കോടതികൾ പറഞ്ഞിട്ടുണ്ട്. കർണാടക ഹൈക്കോടതിയിൽ വലിയ വാദം, ഫുൾ ബെഞ്ചിന് മുമ്പിൽ വാദം നടക്കുമ്പോൾ ഇതെല്ലാം വന്നതാണ്. പൊട്ട് മാത്രമല്ല, ടാറ്റു, കയ്യിലുള്ള ടാറ്റു ഉണ്ടല്ലോ, അതൊരു പ്രശ്നമല്ലേ? അത് ചിലപ്പോൾ ശിവൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലക്ഷ്മി ദേവിയുടെ, അല്ലെ ഓമായിരിക്കും. ഒരു കുരിശ്, വളരെ ഭംഗിയുള്ള കുരിശ് വരയ്ക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് യൂണിഫോമിനെ അഫക്റ്റ് ചെയ്യുമോ? ഇല്ല. അത് നിങ്ങളുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ബോഡിയും യൂണിഫോമും വേറെ വേറെയാണ്. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം, അതാണ് യൂണിഫോം. ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ കൂടെയുള്ളതാണ് ഹിജാബ്, അതൊരു വസ്ത്രമാണ്.
അടയാളമല്ല. അപ്പോൾ വസ്ത്രം അടയാളമാക്കി മാറ്റാൻ ഇസ്ലാം ശ്രമിക്കുന്നു. കട്ടർ ഇസ്ലാം, റാഡിക്കൽ ഇസ്ലാം ഉണ്ടല്ലോ, അവരുടെ സ്വഭാവമാണ് ഇതുപോലത്തെ സാധനങ്ങൾ കൂട്ടി 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 കൊണ്ടുവരിക. കുറച്ചു കാലം മുമ്പ് വരെ ഈ പരിപാടിയും ഉണ്ടായിരുന്നില്ല. ഈ ഹിജാബ് വിവാദം ഇപ്പോൾ വരുന്നതാണ്, ഈ അടുത്ത കാലത്ത് വരുന്നതാണ്. ഹലാൽ വന്ന പോലെ. ആ, കേരളത്തിൽ ഇത് വന്നിരുന്നു. ഹിജാബ് അല്ലാതെ മറ്റേ മക്കന, മുഖം മാത്രം കാണുന്ന സാധനം, ആദ്യം ഇടണമെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നു. ഇപ്പം ഹിജാബും പറ്റില്ല, ഈ സാധനവും പറ്റില്ല എന്ന് പറഞ്ഞ മുസ്ലിങ്ങളുണ്ട്. അതിലൊന്നാണ് ഡോക്ടർ ഫസൽ ഗഫൂർ. MESൻ്റെ ഒരു സ്കൂളിലും അദ്ദേഹം ഇത് അനുവദിക്കുന്നില്ല, സ്കൂളിലും കോളേജിലും. എന്താ, ഫസൽ ഗഫൂർ കുറഞ്ഞ മുസ്ലിമാണ്, ഇസ്ലാമിക തത്വങ്ങൾ അറിഞ്ഞുകൂടാത്ത ആളാണ്. MESൻ്റെ ഒരു സ്കൂളിലും കോളേജിലും ഈ ഹിജാബ് ഇല്ല, അങ്ങനെ പറഞ്ഞ് പറ്റില്ല, ദാറ്റ് ഈസ് ഓൾ. അങ്ങനെ അത് ഇടണമെന്നുള്ളത് എവിടെയെങ്കിലും പോയിട്ടോ, എൻ്റെ സ്കൂളിൽ, എൻ്റെ കോളേജിൽ, എൻ്റെ എന്നല്ല, MESൻ്റെ കോളേജിലോ സ്കൂളിലോ ഈ പരിപാടി നടക്കില്ല. ഇപ്പോൾ കേരളത്തിലാണ് ഒന്നും സംഭവിച്ചില്ലല്ലോ. ആരെങ്കിലും ആൾക്കൂട്ടം കൂടിയിട്ട് ഫസൽ ഗഫൂറിനെ തല്ലിക്കൊന്നോ? പക്ഷേ കോടതികളൊക്കെ ഇത് പറയുമ്പോൾ, അതായത് ഹിജാബ് ഈസ് ഈക്വൽ ടു കുങ്കുമം അല്ലെങ്കിൽ തിലകം, ബിന്ദി എന്നൊക്കെ പറയുന്നത് ഒരു വല്ലാത്ത ഒരു താരതമ്യപ്പെടുത്തൽ. അതൊക്കെ ഈ വെർബലിയുള്ള കാര്യങ്ങളാണെന്ന് അവിടെ സംസാരിക്കുമ്പോൾ ഏത് കോണ്ടെക്സ്റ്റിൽ ഇത് പറഞ്ഞു എന്നൊക്കെയുള്ള സംഗതി. ദിസ് ഈസ് അവർ റിലീജിയസ് സിമ്പൽ എന്ന് പറയും. റിലീജിയസ് സിമ്പൽ ഒരുപാടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ പൊട്ടും സംഗതിയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ അത് സ്വാഭാവികമായിട്ട് വരുന്ന വെറുതെ ഒരു കമൻസാണ്. അതൊക്കെ അതൊന്നും ജഡ്ജ്മെൻറ്റിലുള്ളതല്ലല്ലോ. അല്ല, പ്രാധാന്യം കൊടുക്കും. ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ ഇടയ്ക്ക് ഒരു ചാനൽ ചർച്ച ഞാൻ കേട്ടു. ഹിജാബ് വന്നാൽ എന്താ, നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഹിന്ദു സ്ത്രീകളും തലയിൽ തുണിയിടുന്നുണ്ട്. ഹിന്ദു സ്ത്രീകൾ തലയിൽ തുണി ഇടുന്നുണ്ട്. ഹിന്ദു കുട്ടികൾ തലയിൽ തുണിയിട്ട് സ്കൂളിൽ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതും എടുത്തു കളയണം. ഈ നിങ്ങൾ വീട്ടിൽ തലയിൽ തുണി ഇടുന്നുണ്ടോ അല്ലെങ്കിൽ തോർത്തിടുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. നിങ്ങൾ വീട്ടിൽ എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് ആര് പറഞ്ഞു? നിങ്ങൾ പബ്ലിക് സ്പേസിൽ എന്ത് വേണമെങ്കിലും ചെയ്തു. സ്കൂളിൻ്റെ ഒരു അച്ചടക്കമുണ്ട്, യൂണിഫോമുണ്ട്, അതെല്ലാവരും അംഗീകരിച്ചതാണ്. ഗവൺമെൻറ് അംഗീകാരം, DEO, PTA ഇവരൊക്കെ ചേർന്നാണ് യൂണിഫോം തീരുമാനിക്കുന്നത്. ആ തീരുമാനിച്ച യൂണിഫോമാണ് സ്കൂളിൽ ഇടേണ്ടത്. അതിൻ്റെ നിറം മാറ്റാൻ പോലും നിങ്ങൾക്ക് അവകാശമില്ല, സൈസ് മാറ്റാൻ അവകാശമില്ല. ഒരു സ്കൂളിൽ ബ്ലൗസാണ് എന്ന് വെച്ചോ, അത് ഫുൾ സ്ലീവായ ബ്ലൗസ് ഇട്ടാൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇടാൻ പറ്റില്ല, ഹാഫ് സ്ലീവ് ആയിരിക്കണം. അതാണ് യൂണിഫോം ഒക്കെ പണ്ട് മുതലേ കുറേയേറെ കാലമായി നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ട്. പക്ഷേ ഇത്തരം വിവാദങ്ങൾ ഞങ്ങൾക്ക് ഹിജാബ് ഇടണം എന്നൊക്കെ പറഞ്ഞ് ഒരു 5-10 വർഷത്തിനുള്ളിലാണ് സംഭവിക്കുന്നത്. അതിനിടയ്ക്ക് എന്താ വലിയൊരു സാമൂഹിക മാറ്റം ഉണ്ടായത്? സാമൂഹിക മാറ്റം ഉണ്ടായത് ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്. മുസ്ലിങ്ങളുടെ എണ്ണം കൂടി. മുസ്ലിങ്ങളിൽ തന്നെ റാഡിക്കൽ ഇസ്ലാമിൻ്റെ എണ്ണം കൂടി. റാഡിക്കൽ ഇസ്ലാമിനെ ഭയപ്പെടുന്ന മുസ്ലിങ്ങളുടെ എണ്ണവും കൂടി. പണ്ടൊക്കെ റാഡിക്കൽ ഇസ്ലാമിനെ ഭയപ്പെടാത്ത മുസ്ലിങ്ങളുണ്ടായിരുന്നു. അബ്ദുറഹിമാൻ സാഹിബ്, മക്തി തങ്ങൾ, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. ഇവരെ എതിർക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വന്നു. അവർ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു. ഫോർ എക്സാമ്പിൾ ഹമീദ് ചേന്ദമംഗലൂർ ഇപ്പോൾ TV ചർച്ചകളിലെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരു കാലത്ത് ഈ CPMൻ്റെ സംസ്ഥാന സമ്മേളനം, ജില്ലാ സമ്മേളനമൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ അരികിൽ സാംസ്കാരിക സമ്മേളനം എന്ന് പറഞ്ഞ് നടക്കും. അർത്ഥശൂന്യമായ എക്സർസൈസാണ്. അതിലെ അവിഭാജ്യ ഘടകമായിരുന്നു ഹമീദ് ചേന്ദമംഗലൂർ. ഹമീദ് ചേന്ദമംഗലൂരിനെ മുതലാവില്ല എന്ന് CPMന് മനസ്സിലായി. കാരണം അദ്ദേഹം ഇസ്ലാമിലെ റാഡിക്കൽസിനെ ആക്രമിക്കുന്നു. ഹമീദ് ചേന്ദമംഗലൂരിനെ മാറ്റിയിട്ട് O. അബ്ദുള്ള വന്നു. എൻ്റെ ഒരു സ്നേഹിതനാണ് O. അബ്ദുള്ള. ഹമീദ് ചേന്ദമംഗലൂർ എൻ്റെ സ്നേഹിതനാണ് കേട്ടോ. ഇവർ രണ്ടുപേരും നമ്മുടെ ABCയിൽ വരുന്നുണ്ട്. അതെ. അപ്പോൾ O. അബ്ദുള്ളയെ വെച്ച് O. അബ്ദുള്ളയെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ O. അബ്ദുള്ളയും ഈ റാഡിക്കൽ ഇസ്ലാം, ഈ തെമാടിത്തരം ഉണ്ടല്ലോ, ഇതിനെ അദ്ദേഹം തുറന്നു തീർക്കുന്നു. അപ്പോൾ ഇത് അപകടമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ മാറ്റിയിട്ട് KN കുഞ്ഞഹമ്മദിനെ വെച്ചു. KN കുഞ്ഞഹമ്മദിനെ വെച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പാർട്ടിയെയും കൊണ്ട് ഇസ്ലാമിലേക്ക് പോകുന്ന അവസ്ഥ. സ്വത്വവാദം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെന്താ പറയുന്നത്, അയാൾക്ക് തന്നെ ബോധ്യമില്ലാത്ത ഒരാളാണ് KN കുഞ്ഞഹമ്മദ്. അപ്പോൾ അയാൾക്ക് അയാളുടെ കൺവിക്ഷൻസ് ഉണ്ടെന്ന് വെച്ച് ഞാൻ അത് മോശമാക്കി പറയുകയല്ല. ബട്ട് CPMന് മനസ്സിലാവാത്ത ഒരു നരേഷനാണ് KN കൊണ്ടുവന്നത്. ഇറ്റ്സ് എ ഡേഞ്ചറസ് നരേഷൻ തോന്നുന്നു. അയാളെ ഉപേക്ഷിച്ചു. പതുക്കെ സാംസ്കാരിക സമ്മേളനം തന്നെ ഉപേക്ഷിച്ചു.
ഇപ്പോൾ ആ കലാപരിപാടി CPM കാണുന്നില്ല. വല്ലപ്പോഴും വയ്ക്കുകയാണെങ്കിൽ അതിനൊരു ഉദ്ദേശം ഉണ്ടാകും, പ്രത്യേക ഒരാളിനെ വിളിച്ചുകൊണ്ട് വരാൻ, ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടെ സാംസ്കാരിക സമ്മേളനം വയ്ക്കും. ഈ അവസ്ഥയായി. അപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങൾ ഹമീദ് ചേന്നമംഗലൂരിനെ ക്യാൻസൽ ചെയ്തു, അബ്ദുള്ളയെ ക്യാൻസൽ ചെയ്തു, മെയിൻ സ്ട്രീം മീഡിയയിൽ നിന്ന് ക്യാൻസൽ ചെയ്യപ്പെട്ടു രണ്ടുപേരും. ഞാൻ കണ്ടിട്ടില്ല അബ്ദുള്ളയെ ഏഷ്യാനെറ്റോ മനോരമയോ ചർച്ചയ്ക്ക് വിളിക്കുന്നത്. വല്ലപ്പോഴും ഒക്കെ ഏഷ്യാനെറ്റ് വരുന്നുണ്ട്. അത് ഏഷ്യാനെറ്റിൻ്റെ നരേഷന് പറ്റിയ രീതിയിലാണ് ഹമീദ് നിൽക്കുന്നതെന്ന് കാണുമ്പോൾ പ്രൊഫസർ ഹമീദിനെ വിളിക്കും, ഇല്ലെങ്കിൽ വിളിക്കില്ല. എതിര് പോവും എന്നറിയാമെങ്കിൽ വിളിക്കില്ല. കാരശ്ശേരിയാണ് ഇപ്പോൾ മിക്കവാറും എല്ലായിടത്തും. അപ്പം കാരശ്ശേരി എങ്ങോട്ടും വളയാനും ചെയ്യാനും ഒരു സാമർഥ്യമുള്ള നല്ല മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ വേദി നോക്കി സംസാരിക്കാൻ, ഔചിത്യം എന്നുള്ള ഓമന പേരുമൊക്കെ ഇട്ടിട്ട് വേദി നോക്കിയൊക്കെ സംസാരിക്കാനൊക്കെ അറിയാം. അതുകൊണ്ട് മാത്രമല്ല, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആൾ വേണ്ടേ? അതെ അതെ. അതുകൊണ്ട് ഒരു ഇഷ്യൂവിൽ കാരശ്ശേരിയുടെ പ്രതികരണം എന്തായിരിക്കും നമുക്ക് ഏകദേശം ഉറപ്പാണ്. അപ്പോൾ അതിന് പറ്റുമെങ്കിൽ കാരശ്ശേരിയെ വിളിക്കും, ഇല്ലെങ്കിൽ ഫസൽ ഗഫൂറിനെ വിളിക്കും. ഇതിലാരാണ് യൂസ്ഫുൾ എന്ന് നോക്കും. ആ നരേറ്റീവ് നോക്കിയാണ് വിളിക്കുന്നത്. ഇതിലൊരു സംശയവും വേണ്ട. ഏഷ്യാനെറ്റ്, മനോരമ, മാതൃഭൂമിയൊക്കെ അവരുടെ നരേറ്റീവ് ഉണ്ടല്ലോ, ആ നരേറ്റീവ് ആങ്കറുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ നരേറ്റീവ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിബേറ്റ്. അപ്പോൾ അതിന് പറ്റിയ ആൾക്കാരെ സെലക്ട് ചെയ്തതിൽ കാരശ്ശേരി മാഷിനെ വിളിച്ചാൽ ശരിയാവില്ല കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റേ ആളിനെ വിളിക്കാം, ഫസൽ ഗഫൂറിനെ വിളിക്കാം. ഗഫൂറിനെ നേരത്തെ വിളിച്ചു ചോദിക്കും. ഗഫൂർ പറയും, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനിതിനെയൊക്കെ അതിശക്തമായിട്ട് എതിർക്കുന്ന ആളാണ്. അപ്പോൾ തിരിച്ചു വിളിക്കാം സാർ. കുറച്ച് കഴിയുമ്പോൾ വിളിക്കും, സാർ അതേ കുറച്ച് ബുദ്ധിമുട്ട്. ആ ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ആളെ നോക്കൂ. കാരണം അങ്ങേർക്ക് ഡിബേറ്റ് അല്ല അങ്ങേരുടെ തൊഴിൽ. അങ്ങേര് ഡോക്ടറാണ്, കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നടത്തുന്ന ആളാണ്. അതുകൊണ്ട് ഈ ഡസൻ കെയർ. അപ്പോൾ അങ്ങനെ മാറ്റിയിട്ട് വേറെ ആരെങ്കിലും ഒരാളെ വിളിച്ചിരുത്തും. ഇതാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹിജാബ് എന്ന് പറയുന്ന പ്രശ്നം അടുത്ത കാലത്ത് ഉണ്ടാക്കിയത് റാഡിക്കൽ ഇസ്ലാം ഉണ്ടാക്കിയ പ്രശ്നമാണ്. ഓർഡിനറി ഇസ്ലാമിന് ഇതിൽ യാതൊരു പങ്കുമില്ല. ബട്ട് ഓർഡിനറി ഇസ്ലാം ഇവരെ ഭയന്ന് കഴിയുന്നതുകൊണ്ട് അവർ തട്ടമിടണമെന്ന് പറഞ്ഞാൽ തട്ടമിടും, ബുർഖ ഇടണമെന്ന് പറഞ്ഞാൽ ബുർഖ ഇടും. പക്ഷേ നമ്മുടെ കേരളത്തിലെങ്കിലും ഈ തിലകവും ബിന്ദിയും ഹിന്ദുവിൻ്റെ മാത്രമായി അല്ല. ഇപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ ഇഷ്ടം പോലെ ഇടുന്നുണ്ട്, ക്രൈസ്തവരും ഇഷ്ടം പോലെ ഉണ്ട്. ഈ മുസ്ലിംസും ധരിക്കുന്നുണ്ട്. പൊട്ട് തൊടാത്ത ഹിന്ദുക്കളും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ, എനിക്കറിയാവുന്ന മുസ്ലിം പെൺകുട്ടികൾ പൊട്ട് കുത്തുന്നുണ്ട്. കാരണം അത് ഈ ഒരു ഫാഷൻ എന്നുള്ളതിലേക്ക് പലരും അത് ചെയ്യുന്നു. ഈ ഹിന്ദുക്കളിൽ പൊട്ട് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമുക്ക് കാണാൻ പറ്റില്ല. ഒരിക്കലും ഇല്ല. പൊട്ട് കുത്തിയേ പുറത്തിറങ്ങാവുള്ളൂ എന്ന് ആരും പറയാറില്ല. പറയാറൊക്കെ ഉണ്ട്, അമ്മമാരൊക്കെ പറയാറുണ്ട്. മുഖത്തൊരു ഐശ്വര്യം വേണം. അത് ഐശ്വര്യം മതമായതുകൊണ്ടല്ല, ഒരു ഭംഗി വേണം. പൊട്ട് കുത്തുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവണം. ഈ പൊട്ട് മായ്ക്കുന്നത് വിധവയാകുമ്പോഴാണ്. അത് നേരത്തെ മുതൽ ഒരു സമ്പ്രദായമാണ്. വിധേയമായി കഴിഞ്ഞാൽ പിന്നെ പൊട്ട് തൊടുകയില്ല. തൊടുകയാണെങ്കിൽ തന്നെ ഭസ്മക്കുറിയോ ചന്ദനക്കുറിയോ ആയിരിക്കും, അല്ലാതെ കുങ്കുമക്കുറിയല്ല. അപ്പോൾ കുങ്കുമം നെറ്റിയിലില്ലാതെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു വിധവാലക്ഷണം പോലെ, ഒരു അപശകുനമായിട്ട് കരുതുന്നു. ഇതൊക്കെ പേഴ്സണൽ വിശ്വാസങ്ങളാണ്. ഒരു സമൂഹം മൊത്തമൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. എന്നാലും ബൈ ആൻഡ് ലാർജ് അമ്മമാർ ഇഷ്ടപ്പെടുന്നത് പെൺകുട്ടികൾ പൊട്ടുകുത്തി പുറത്തിറങ്ങുന്നതാണ് അമ്മമാർക്ക് ഇഷ്ടം. മാറിയിട്ടില്ല ഇതുവരെ, ചിലപ്പോൾ നാളെ മാറിക്കൂടായികയുമില്ല. ഉത്തരേന്ത്യയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പൊട്ടുണ്ടാവില്ല, പക്ഷേ ലിപ്സ്റ്റിക്ക് നിർബന്ധമായിട്ടുണ്ടാവും. അതൊരു ഇന്ത്യൻ സാധനമല്ല, പക്ഷേ അത് സോ പോപ്പുലർ അമംഗ് എവറി കമ്മ്യൂണിറ്റി. ഉത്തരേന്ത്യക്ക് പോകണ്ട, നമ്മുടെ ഇവിടെയും കേരളത്തിലും ആയി വരുന്നു. ഉത്തരേന്ത്യൻ സാധനങ്ങൾ ഒരുപാട് ഇപ്പുറത്ത് വരുമല്ലോ. ചപ്പാത്തി വന്നു, അതുപോലെ നമ്മുടെ മസാല ദോശ അപ്പുറത്തേക്ക് പോയി. അവരുടെ ചുടിദാർ പജാമ, അത് വാസ്തവത്തിൽ ഉത്തരേന്ത്യൻ വേഷമാണ്. കേരളത്തിൽ ഇപ്പോൾ ചുടിദാർ വളരെ വ്യാപകമായി പോയില്ലേ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എക്സ്ചേഞ്ചസ് നടക്കുകയും വേണം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ബട്ട് ഇതിലുള്ള ഈ ഒരു കടുംപിടുത്തമാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ സ്കൂളിൽ പോകുന്ന ആ ഒരു 5-6 മണിക്കൂർ ആ യൂണിഫോമിൽ നിൽക്കാൻ തയ്യാറാവണ്ടേ? ഇതേ സാധനം പട്ടാളത്തിലോ അതിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും ഞാൻ ഹിജാബിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? അല്ല, ഓൾറെഡി പട്ടാളത്തിൽ യൂണിഫോം വേണ്ടേ? പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടിലൊരു കേസ് വന്നു. വരും. ഇതൊക്കെ അത് അനുവദിച്ചുകൊണ്ടൊരു കോടതി വിധി വന്നു. കോടതി വിധിച്ചത് പഴയ BJP-യുടെ വനിതാ മോർച്ചയുടെ ഭാരവാഹിയായിരുന്ന ആൾ ജഡ്ജിയായ
ആ മഹതിയാണ് അല്ല, അനുഭവിച്ചുകൊണ്ട് വിധി വന്നത്. ഇതൊക്കെ വരും കോടതികളും ഈ ഒരു ദൃഷ്ടിയിൽ നോക്കിയിട്ടൊന്നും അല്ല വിധിക്കുന്നത്. അവരുടെ മുമ്പിൽ വരുന്ന ഫാക്റ്റ് വെച്ചിട്ട് അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവരങ്ങോട്ട് ജഡ്ജ്മെൻ്റായിട്ട് എഴുതും. അത് എന്ത് കോൺസിക്വൻസസ് ഉണ്ടാകുമെന്നൊന്നും അവർക്ക് നോട്ടയില്ല. കോൺസിക്വൻസ് നോക്കുന്ന ജഡ്ജിമാരും നോക്കാത്ത ജഡ്ജിമാരും ഉണ്ട്. അവരുടെ വാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസിക്വൻസസ് എൻ്റെ ചിന്താപരിധിയിൽ വന്നുകൂടാ. ഞാൻ ഇതിൻ്റെ മെറിറ്റ്, എൻ്റെ മുമ്പിലുള്ള ഇഷ്യൂവിൻ്റെ മെറിറ്റ് മാത്രം നോക്കും, ഞാൻ വിധിക്കും. ഞാനിത് വിധിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇന്ന മാതിരി പ്രശ്നങ്ങളുണ്ടാകും, ഈ വിധിൻ്റെ മാതിരിയൊക്കെ വ്യാഖ്യാനിക്കപ്പെടാം, ഇതൊന്നും ഞാൻ ആലോചിക്കാൻ പാടില്ല, എനിക്ക് അറിഞ്ഞുകൂടായിട്ടല്ല, അതെന്നെ സ്വാധീനിച്ചു കൂടാ എന്ന് വിചാരിക്കുന്ന ജഡ്ജിമാരുണ്ട്. അവരുടെ ഇങ്ങനത്തെ ജഡ്ജ്മെൻറ്റും ഒക്കെ വന്നു എന്ന് വരും. ഏതായാലും പൊട്ടുകുത്താം, തിലകം ചാർത്താം, പക്ഷേ അത് പള്ളിക്കൂടത്തിൽ വേണം എന്ന് അവിടുത്തെ ഇനി പൊട്ടും വളയും പാടില്ല എന്ന് പറയുന്ന സ്കൂളുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ അതൊരു PTA തീരുമാനമായിട്ടോ ഹെഡ് മാസ്റ്റർ തീരുമാനമോ ഒന്നുമല്ല. ഇൻഡിവിജ്വൽ ടീച്ചർമാർ അവർ ക്ലാസ്സിൽ പൊട്ട് കുത്തിയെടുക്കണം. എന്ത് പൊട്ട്, ഞാൻ പറഞ്ഞിട്ടില്ല പൊട്ട് വേണ്ട, അതെടുത്തുകളാം, മായച്ചുകളാം, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റിക്കറാണല്ലോ അതുകൊണ്ട് ഊരിക്കളാം, വളയൊന്നും ഇട്ടിട്ടുണ്ട് ഇവിടെ വരരുത്, വള ഊരി ബാഗിനകത്ത് വെച്ചോ എന്ന് പറയുന്നവരുണ്ട്, എന്ന് പറയുന്ന സ്കൂളുകളുണ്ട്. ഞാൻ ആ സ്കൂളിൻ്റെ പേര് പറയാത്തത് പിന്നെ അത് അവിടെ വേറെ കച്ചറ ഉണ്ടാവും, അതുകൊണ്ടാണ്. തന്നെയാണ്. അത് പാടില്ലല്ലോ. സ്കൂളിൻ്റെ ഞാൻ പറഞ്ഞു വന്നത് പൊട്ട് വേണ്ട, തിലകം വേണ്ട എന്ന് സ്കൂളിൻ്റെ ഡിസിപ്ലിൻ്റെ ഭാഗമായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഡിസിപ്ലിൻ്റെ ഭാഗമല്ല, അധ്യാപികയുടെ വ്യക്തിപരമായ ഈർഷ്യയുടെ ഭാഗമാണ്. വ്യക്തിപരമായ അതിന് നമ്മൾ പച്ച മലയാളത്തിൽ പറയും പള്ളിയിൽ പോയി പറയാൻ പറയണം. ഈ പള്ളിയിൽ പോയി പറയാൻ 8ലോ 9ലോ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സാധ്യമല്ല. അവളതനുസരിക്കും. ടീച്ചർക്ക് വെറുതെ ദേഷ്യം വരാം, ടീച്ചർക്ക് ദേഷ്യം വന്ന് മാർക്ക് കുറയ്ക്കുക, തോൽപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് പിള്ളേർക്ക് എപ്പോഴും പേടിയുണ്ടല്ലോ ടീച്ചറിന്. ആ പേടിയാണ് ഇവർ മുതലെടുത്ത് ചെയ്യുന്നത്. അത് പോയി ചോദിച്ച അച്ഛനമ്മമാരുമുണ്ട്. ഞങ്ങളുടെ മകളോട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇല്ല, അത് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, അങ്ങനെ. കാരണം അല്ല, അങ്ങനെ ചോദിച്ചാൽ പിറ്റേന്ന് മാറ്റാൻ പറയില്ല. അത് ചിലരൊന്നും ചോദിക്കില്ല. അത് പോട്ടെ മോളെ, നീ ടീച്ചറുമായിട്ട് വഴക്കിനൊന്നും പോകണ്ട, ഇന്ന ടീച്ചറല്ലേ, ആ ഒരു ടീച്ചറല്ലേ പ്രശ്നമുള്ളൂ, അതിപ്പോൾ ഈ വർഷം 8ാം ക്ലാസ് കഴിയുമ്പോൾ അത് കഴിഞ്ഞില്ലേ, അത് വിട് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാഷ് ഇല്ലാതെ എങ്ങനെയെങ്കിലും തൻ്റെ കുട്ടിയെ അവിടെ നിന്ന് നല്ല രീതിയിൽ പുറത്ത് കൊണ്ടുവരണം. ഇതാണ് അച്ഛനമ്മമാരുടെ ആഗ്രഹം. അല്ലാതെ ടീച്ചറുമായിട്ട് കുസ്തി പിടിക്കുക, വള ഇട്ടേ പറ്റുള്ളൂ, പൊട്ട് തൊട്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോകും. ടീച്ചർമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഉണ്ട്, അതൊക്കെ ചെയ്യുന്നൊക്കെയുണ്ട്. ബട്ട് അത്തരം സംഭവങ്ങൾ കൂടിക്കൂടി വരുന്നു. ഇപ്പുറത്ത് ഇവരുടെ ധാർഷ്ട്യവും കൂടിക്കൂടി വരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ ഒഴിവാക്കാമായിരുന്നൊരു ചോദ്യം സുപ്രീം കോടതി ചോദിച്ചെന്നേ ഉള്ളൂ. ബട്ട് അതൊന്നും അവരുടെ ജഡ്ജ്മെൻറ്റിനെ ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും നമുക്ക് അന്തിമ വിധിക്ക് കാത്തിരിക്കാം.